ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല പുതപ്പ്, നല്ല ബെഡ്ഷീറ്റ്, നല്ല കർട്ടൻസ് ഒക്കെ മാഗ്നിസ്കേപ്സിൽ ഉണ്ട് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ഒരു കർട്ടനാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ലിവിങ് സ്പേസിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കർട്ടനാണ്. ഇത് കുറച്ച് ലൈറ്റ് ഒക്കെ വരും ഇതിനകത്തൂടെ. നല്ല ഫുള്ള് ത്രെഡ് വർക്ക് ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഈ കർട്ടൻ വന്നിരിക്കുന്നത്. അതായത് ഒരു പിങ്ക് കളർ ഒന്നും അല്ല, ക്രീം കളർ അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള നല്ലൊരു കളറിൽ വൈറ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് പോയിരിക്കുന്ന കർട്ടനാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കോട്ടന്റെ നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള, ചില ആൾക്കാർക്ക് റിവേഴ്സിബിൾ പ്രിന്റ് ഇഷ്ടമില്ല, അല്ലാത്തതുമായിട്ടുള്ള നല്ല പുതപ്പുകൾ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇത് 3 ലെയർ പുതപ്പാണ് കേട്ടോ. ഇനിയുള്ളത് ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ആയി ഞാൻ കാണിക്കുന്നത്. മുഴുവൻ കിങ് സൈസും കാണിക്കും, ക്യൂൺ സൈസും കാണിക്കുവേ. അതായത് 100% കോട്ടൺ, ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് ആണ്, നല്ല പൂ പോലെ ഇരിക്കും കേട്ടോ ഇത് കാണാനേ. ഇതാണ് അതിൻ്റെ ബെഡ്ഷീറ്റ്. ഇതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ പൂക്കൾ കണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കള്, സൈഡ് ബോർഡർ ഇതുപോലെ വരും. സൈഡ് ബോർഡറിന് ഞാൻ പറയുമ്പോൾ നമുക്കിത് അറ്റാച്ച്ഡ് അല്ല, ഇത് ഒരേ ഒരു ഷീറ്റിലാണ്, ഇത് ഫ്ലാറ്റ് ഷീറ്റ് ആണ് ഇതുപോലെ വരുന്നത്. അതായത് ഈ ഷീറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതല്ല, പ്രിന്റ് ആണ്. ഇതുപോലെ സെന്റർ പോർഷൻ ഇതുപോലെ ഫുള്ള് പൂക്കൾ വരും. സൈഡ് 2 വശത്ത് ഇതുപോലെ പ്രിന്റ് വരും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഫ്ലാറ്റ് ഷീറ്റ് ആണ്. പ്രത്യേകം ഞാൻ പറയുവാണ്, ഫ്ലാറ്റ് ഷീറ്റ് ആണ്, 100% കോട്ടൺ ആണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് വരുവേ. പില്ലോ കവറിന്റെ അടുത്തും ഇതുപോലെ കുറച്ച് പൂക്കളും കുറച്ച് ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. ഇനി നല്ലൊരു കുഞ്ഞു പൂക്കളുള്ള നല്ല ബ്ലൂ കളറിന്, നല്ല സ്കൈ ബ്ലൂ കളർ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമാട്ടോ. ഇതാണ് അതിന്റെ സെന്റർ പോർഷൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. സൈഡിൽ ഇതാണ് കേട്ടോ, സൈഡിൽ ഈ ഒരു ഫ്ലാറ്റ് ഷീറ്റിന്റെ സൈഡ് ഇതുപോലെ ലൈനാണ്. സെന്റർ പോർഷൻ വന്നിട്ട് ഇതുപോലെ പൂക്കളോട് വന്നിട്ടുള്ള നല്ലൊരു ഷീറ്റാണ്. നല്ല ചെറിയ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമില്ല. അത് റോസാപ്പൂ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് മുല്ലപ്പൂ, പിന്നെ എല്ലാ പൂവിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അതായത് നമുക്ക് എല്ലാ ആൾക്കാർക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്, അതിൻ്റെതായ കഴിവുകളുണ്ട്. ആരും കുറവല്ല, എല്ലാവർക്കും എല്ലാവരും നല്ലതാ കേട്ടോ. അതായത് ഇന്ന ആള് നല്ലതല്ല. ചില ആൾക്കാർ പറയും ഒത്തിരി സമ്പാദിക്കുന്ന ആൾക്കാരും ഒത്തിരി കാശുള്ള ആൾക്കാരാണ് നല്ലതെന്ന് കേട്ടോ, ബാക്കിയുള്ളവരെല്ലാം പൊട്ട അങ്ങനെ പറയും കേട്ടോ. എന്നുവെച്ചാൽ അവർക്കാണ് ഭയങ്കര ഇതാ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആരും ചെക്ക് ചെയ്യില്ല. ഉള്ളി അവർ നോക്കുന്നത് എന്നാന്നറിയാം, പൈസ ഉണ്ടോന്നേ. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഒന്നും ഇത് കാണിക്കാനൊന്നും പോകണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ആഗ്രഹം, നമ്മളായാൽ മതി. ഇങ്ങനെ ആൾക്കാരെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവരും കാണിച്ചു തന്നു നമുക്കൊരു സന്തോഷം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ എല്ലാ പൂക്കളെ പറയുമ്പോൾ ചെമ്പരത്തിപ്പൂവിന്റെ ഒരു ഭംഗിയുണ്ട്, റോസപ്പൂവിന്റെ ഭംഗിയുണ്ട്. ചെമ്പരത്തിപ്പൂ പണ്ടൊക്കെ ആൾക്കാർ പറയും, ഓ ചെമ്പരത്തിപ്പൂ വെച്ച് തലേ നടന്നോന്നൊക്കെ പറയാം. പക്ഷെ ചെമ്പരത്തിപ്പൂ അല്ലേ നമുക്ക് നല്ല താളിയൊക്കെ തരുന്ന, തലയിലൊക്കെ തേക്ക് നല്ല ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യത്തില്ലേ? അതുപോലെയാണ്, ഓരോന്നിനും ഓരോ കഴിവുകളുണ്ട് കേട്ടോ. പിന്നെയുള്ള ഇനി പറഞ്ഞ ഒത്തിരി അങ്ങ് പറയും, അതുകൊണ്ട് പറയുന്നില്ല. ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സ് കണ്ടോ, നല്ല വലിയ പില്ലോ കവേഴ്സ്, നല്ല രസമാട്ടോ കളർ കാണാനേ. ഇനി നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു കളറാട്ടോ. ഇങ്ങനത്തെ കളേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് കേട്ടോ. കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ബെഡ്ഷീറ്റിൽ വരുമ്പോൾ ഇതുപോലെ പൂവിന് ഇത്ര ഭംഗിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിൻ്റെ എല്ലാം റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ തന്നെ ചോദിക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. കാരണം വെച്ചാൽ നല്ല ഭംഗി, കാരണം എന്ന് വെച്ചാൽ ഇത് വേഗം തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ലൈക്ക് വേഗം അവിടെ കൊണ്ട് ഇടാൻ നമ്മൾ ഇതിൻ്റെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇത് നമ്മുടെ കയ്യിൽ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ തന്നെ ഈ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ഓർഡർ എടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ്, അതായത് നല്ല എന്താ പറയുക, നല്ല ഗ്രേ കളർ ഇഷ്ടമായിരിക്കണം.
ഗ്രേ കളർ ഇഷ്ടമായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ബോർഡർ ഉണ്ടല്ലോ, എന്ത് രസമാണെന്ന് നോക്കി. ഇത് രണ്ടും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നതല്ല, ഫ്ലാറ്റ് ഷീറ്റാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ആ ഡിസൈൻ ആ ഒരു ഭംഗിയുള്ളൂ കേട്ടോ. വിരിച്ചാൽ നല്ല രസമായിരിക്കും, നല്ല സോഫ്റ്റ് ആണ്. 100% കോട്ടൺ ആണ്. കിങ് സൈസിന് മെഷർമെൻറ്റ് വന്നിട്ട് 100x108 ഇഞ്ചസ്. ക്യൂൺ സൈസിന് മെഷർമെൻറ്റ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ള ഷീറ്റ് ഇതൊരു കോൺട്രാസ്റ്റ് ആട്ടോ. ഇതിൻ്റെ പില്ലോ കവർ ഇത് വരുവേ. ഇതിൻ്റെ ബെഡ്ഷീറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ടുള്ള, അയ്യോ എന്ത് രസമാണ്, നല്ല ഭംഗിയായിട്ടുള്ള. ഇതിങ്ങനെ നല്ല വയലറ്റ് കളറിൽ നല്ല പൂവ്. സൈഡിൽ ഇതാണ് കേട്ടോ, ഫ്ലാറ്റ് ഷീറ്റിൻ്റെ സൈഡിൽ ഇതാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് തന്നെ എഴുതിയിട്ടുണ്ട് 100% കോട്ടൺ ഫാബ്രിക്. ലൈക്ക് ബാക്കി ഞാൻ വായിക്കുന്നില്ല, ബാക്കി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വായിച്ചാൽ മതി കേട്ടോ. അത് ശരിയാവത്തില്ല. പക്ഷെ 100% കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. കാരണം മാഗ്നസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് നമ്മൾ തരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ വീഡിയോസിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു പില്ലോ കവറാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് പില്ലോ കവർ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അത് പറ്റും. പിന്നെ വേണമെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ മാഗ്നസ്കേപ്സിൻ്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക്